Hi, guys. Welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് August 20 ന്യൂസ് ആർട്ടിക്കിൾസിനെയാണ്. ഇന്ന് നമ്മൾ വേറെ കുറച്ച് ആർട്ടിക്കിൾസ് നേരത്തെ ഇന്നലത്തതും നെഞ്ഞാന്നത്തതും പറഞ്ഞ കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ആർട്ടിക്കിൾസും പറയാൻ പറ്റാത്തതുകൊണ്ട് വളരെ നല്ല ആർട്ടിക്കിൾസ് ചിലപ്പോൾ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വിൽ കീപ്പ് ഇറ്റ് ദെയർ. ഇന്നലെ കുറച്ച് കമന്റ്സ് കണ്ടിരുന്നു, നമുക്കൊരു എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ ആർട്ടിക്കിൾ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി അത് ഹിന്ദുവിൽ വന്ന സംഭവം തന്നെയാണ്. അത് ഓൺലൈൻ എഡിഷനിലും മറ്റതിലും എന്തെങ്കിലും വ്യത്യാസം വരുന്നു എന്നുള്ള കാര്യം അങ്ങനെ എല്ലാത്തിലും സാധാരണ ടെക്സ്റ്റ് ആൻഡ് കണ്ടക്സ്റ്റ് ഒക്കെ വരുന്നതാണ്. സോ ആക്ച്വലി ഡിസ്കസ് ചെയ്തത് നമ്മൾ തലേ ദിവസത്തെ ആർട്ടിക്കിൾ, മൺഡേയിലത്തെ ആർട്ടിക്കിളും പിന്നെ ട്യൂസ്ഡേയിൽ ഇന്നലെ വന്ന ആർട്ടിക്കിളും കൂടെ ക്ലബ് ചെയ്തായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. ബി അഷ്വർഡ് ദാറ്റ് we won't be missing out on any important articles. കാരണം എല്ലാം 30 മിനിറ്റ്സിനകത്ത് കവർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇനിയും അധികം സമയം കളയാതെ നമുക്ക് ആർട്ടിക്കിൾസിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ച്വലി കാണാൻ വേണ്ടി പോകുന്നത് ഒരു IR-ന്റെ ഒരു ടോപ്പിക്കാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അത് ആക്ച്വലി ഇന്നലെ വന്നൊരു ആർട്ടിക്കിളാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഇന്നത്തെ ഒരു എഡിറ്റോറിയൽ, ഇത് രണ്ടും കൂടെ ചേർന്നായിരിക്കും നമ്മൾ പറയുന്നത്. വേറൊന്നുമില്ല, ട്രംപ് ആൻഡ് മിസ്റ്റർ പുടിൻ നടത്തിയിട്ടുള്ള ഒരു സമ്മിറ്റിനും അതിനുശേഷം നടന്ന വാഷിംഗ്ടണിൽ നടന്ന സമ്മിറ്റിനെയൊക്കെ കുറിച്ചിട്ട് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ GST റിഫോംസ് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് അത് അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഹിന്ദുവിലൊരു എഡിറ്റോറിയൽ വന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണും. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുവിൽ ഡേറ്റ പോയിന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. സാധാരണ ആൾക്കാർ അതൊന്നും വായിക്കാതെ വിട്ടുപോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഐ വിൽ ഷോ യു ഹൗ എഫക്റ്റീവ്ലി യു ക്യാൻ യൂസ് ദ ഡേറ്റാസ് ദാറ്റ് കം ഇൻ ദാറ്റ് ആർട്ടിക്കിൾ ആൻഡ് എങ്ങനെ നമുക്കത് മെയിൻസിൽ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ രാത്രിയാണ് സോഷ്യൽ മീഡിയാസിൽ പോലും വന്നത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ഗവൺമെന്റ് മൂവ് ചെയ്യുകയാണ്. ഇന്നിപ്പം മൂവ് ചെയ്തിട്ടുണ്ട് ലോക്സഭയിൽ. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ റെഫറൻസ് അതും നമുക്ക് നോക്കാം, എന്താണ് അത്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടുപോകാം. പിന്നെ ഒരു സ്പീഷീസ് ന്യൂസ് ഉണ്ട്, നമുക്ക് വെസ്റ്റേൺ ഗഡ്സിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇസ്രോവും ഒരു നെക്സ്റ്റ് ജനറേഷൻ റോക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജനറേഷൻ ഇപ്പം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലേ, നമുക്ക് നോക്കാം ഈ നെക്സ്റ്റ് ജനറേഷനൊക്കെ എത്ര മാത്രമാണെന്നുള്ളത്. നമുക്ക് ആക്ച്വലി ആർട്ടിക്കിൾസിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. നമുക്കറിയാലോ, ഈ ഒരു നമ്മൾ എല്ലാ ഇൻട്രൊഡക്ഷനും പറയുന്നത് തന്നെ പവർഡ് ബൈ ഐലൻഡ് IAS ഇഗ്നൈറ്റ് ഫൗണ്ടേഷൻ എന്നാണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓഫ് ഐലൻഡ് IAS ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വയറീസ് കൂടുതൽ വന്നു. അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇൻട്രൊഡക്ടറി സെഷൻസ് ആണ്, അതെല്ലാം നമ്മുടെ യൂട്യൂബിൽ അവൈലബിളും ആണ്. പക്ഷേ അഡ്മിഷൻസിന് ഒരുപാട് കോൾസ് വരുന്നത് കൊണ്ട് ആക്ച്വലി വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ സെപ്പറേറ്റ് ബാച്ച്. അത് ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, മാത്രമല്ല നമ്മുടെ സബ്ജക്ട് ഇൻട്രഡക്ഷൻ സെഷൻസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യു വോണ്ട് ടു പ്രിപ്പയർ റൈറ്റ് ഫ്രം ദ കോളേജ് ഇതാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദി നമ്പർ ദാറ്റ് ഇസ് ബീങ് ഷോൺ ബിലോ ഇൻ ദ സ്ക്രോൾ ഓർ കോൺടാക്ട് ദി ഓഫീസ് ഓഫ് ഐലൻഡ് IAS. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആർട്ടിക്കിൾസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്, പ്ലസ് നമുക്കൊരു എഡിറ്റോറിയൽ. നമുക്ക് ആദ്യം ഹിന്ദുവിൽ ഇന്ന് വന്ന എഡിറ്റോറിയലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മിസ്റ്റർ പുടിൻ ആൻഡ് മിസ്റ്റർ ട്രംപ് ഇവർ രണ്ടുപേരും അലാസ്കയിൽ വെച്ചിട്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെയുള്ള അലാസ്കയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായി. മീറ്റ് ചെയ്യുമ്പം അവർ വലിയ കാര്യത്തിൽ നല്ല ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ വെട്ടിയൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മീറ്റ് ചെയ്തതിന് ശേഷം ഇവർ തമ്മിൽ കുറച്ച് ധാരണകളിലേക്ക് വന്നു. അതിനുശേഷം നമുക്കറിയാലോ, ഇത് റഷ്യ യുക്രൈനിലെ വാറിനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പോസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ടോക്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മിറ്റിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടും പിന്നെ കുറച്ച് യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടും വേറൊരു സമ്മിറ്റ് ആസ് ഒരു ചർച്ച നടക്കുന്നുണ്ടായി വൈറ്റ് ഹൗസിൽ വെച്ച്, വാഷിംഗ്ടണിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഹെഡിങ് തന്നെ അലാസ്കൻ ആൻഡ് വാഷിംഗ്ടൺ സമ്മിറ്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തത്. മൾട്ടിലാറ്ററൽ സമ്മിറ്റ്, വേറൊന്നുമല്ല, യൂറോപ്യൻ ലീഡേഴ്സ് ഒരുപാട് പേര് പങ്കെടുത്തു ഇതിനകത്ത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നല്ല ചൂട് പിടിച്ച ചർച്ചകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി പോയിന്റിംഗ് ടുവേർഡ്സ് എ റിന്യൂഡ് വില്ലിംഗ്നെസ് ഓൺ ഓൾ സൈഡ്സ് ടു എൻഡ് ദി യുക്രൈൻ വാർ. അപ്പോൾ ഇത് ഈ ഒരു ട്രംപ് ടേക്കിംഗ് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് എന്താ പറയുക, അലാസ്ക സമ്മിറ്റ് നടത്തുന്നതിൽ അതായിരുന്നു ഒരു സ്റ്റാർട്ട്, ഒരു പുതിയൊരു സ്റ്റാർട്ടായിരുന്നു ഈ ഒരു ഇത് എൻഡ് ചെയ്യുന്നതിനകത്ത്. മാത്രമല്ല ആ ഒരു സമയത്തിനകത്ത് പുടിൻ്റെ പ്രപ്പോസൽസ് അവർ ഡിസ്കസ് ചെയ്തു. അതായത് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചല്ലോ. അപ്പോൾ അതിനുശേഷം യൂറോപ്യൻ ലീഡേഴ്സുമായിട്ട് പുടിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം, നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ നിങ്ങളും വാട്സാപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ടൈം മിസ്റ്റർ സെലൻസ്കി പ്രസിഡന്റ് ഓഫ് യുക്രൈൻ ട്രംപിനെ കാണാൻ വേണ്ടി അവിടെ പോയപ്പോഴത്തേക്കും പുള്ളി നല്ല രീതിക്ക് ഇരുത്തി അപമാനിച്ചു വിട്ടു. അപ്പോൾ ഇറങ്ങി പോകാൻ വരെ പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ വീണ്ടും അങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒരു സോളിഡാരിറ്റി കൊടുക്കുക എന്നുള്ള രീതിക്കാണ് യൂറോപ്യൻ ലീഡേഴ്സ് എല്ലാവരും ഒരു സ്ട്രോങ് ഷോ ഓഫ് സോളിഡാരിറ്റി ടു ദ യുക്രൈൻ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിനോട് കമ്പനി ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് വാഷിംഗ്ടൺ ഡിസൈഡ്സ്,
ദി യൂറോപ്പ് ഇസ് ഫേംലി കമ്മിറ്റഡ് ടു യുക്രൈൻ സെക്യൂരിറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സോളിഡാരിറ്റി കൊടുക്കുന്ന പോലത്തെ ഒരു ആക്ഷൻ ആയിരുന്നു. ആൻഡ് പക്ഷേ ആ ഒരു സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട് US സപ്പോർട്ട് ചെയ്യാതെ അവർക്ക് മാത്രമായിട്ട് ഈ യുക്രൈൻ വാർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേ ലാക്ക് ദ കേപ്പബിലിറ്റി ടു കണ്ടിന്യൂ ദ ബാക്കിംഗ് ഓഫ് യുക്രൈൻ ബിക്കോസ് അത് വിന്നിങ് ആയിട്ടുള്ള ഒരു വാർ അല്ല, വർഷങ്ങളായിട്ട് നടക്കുക. 2022 തുടങ്ങിയതാണ്, ഇപ്പൊ 3 വർഷമായി, ഇത് ഒരിടത്തും എത്തുന്നുമില്ല. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതിനകത്ത് ട്രംപ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നാറ്റോയിലെ ഒരു മെമ്പർഷിപ്പ് യുക്രൈന് ഉണ്ടാവാൻ സാധ്യതകൾ ഇല്ല എന്നുള്ള രീതിക്ക്. പക്ഷേ ഇതിന് എന്തെങ്കിലും രീതിയിൽ ഒരു അമേരിക്കൻ സപ്പോർട്ട്, ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകണം, എന്നാൽ മാത്രമേ നമുക്ക് രണ്ട് സൈഡിനെയും കൊണ്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, യൂറോപ്പ് വുഡ് ബി ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന്. അതായത് യൂറോപ്പിലാണ് ഈ യുക്രൈൻ ഉള്ളത്. അപ്പൊ യുക്രൈന്റെ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ആദ്യം വരാൻ പോകുന്നത് യൂറോപ്യൻ കൺട്രീസ് തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അമേരിക്ക ഇൻവോൾവ് ചെയ്യില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഹി ഡസ് നോട്ട് റൂൾ ഔട്ട് ദി ഇൻവോൾവ്മെന്റ് ഓഫ് അമേരിക്ക. അപ്പോൾ ഇതിനകത്ത് പുടിൻ വുഡ് ബി accepting the വെസ്റ്റേൺ സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് ഫോർ യുക്രൈൻ എന്നുള്ള കാര്യം അവരുടെ ചർച്ചയിൽ ഒരു ധാരണയായ എന്നുള്ള രീതിക്കാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ടു അറൈവ് അറ്റ് എ ഡീൽ വിച്ച് വിൽ ബി ലൈക്ക് എന്താ പറയുക, രണ്ട് സൈഡ്സിനും യുക്രൈൻ ആസ് വെൽ ആസ് റഷ്യയ്ക്കും കൂടെ എല്ലാം ഓക്കെ നമുക്ക് ഡീലിന് സമ്മതിക്കാം എന്ന് പറഞ്ഞൊരു ഡീലിലേക്ക് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് പുടിൻ ആക്ച്വലി വാണ്ട്സ് ഓൾ ഓഫ് ഡോൺബാസ് എന്ന് പറയുന്നത് യുക്രൈനിലുള്ള ഒരു ഏരിയയാണ്. നമ്മൾ കണ്ടിരുന്നു മാപ്പ് ബേസ്ഡ് ആയിട്ട് പറയുന്ന സമയത്ത് സപ്പോറിസിയ റീജിയൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ഡോൺബാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റീജിയനാണ്. പുള്ളിക്ക് അത് മൊത്തം വേണം. പക്ഷെ വേറെ കുറച്ച് ഏരിയാസിൽ ബ്രോഡർ ലൈൻസ് ഒക്കെ ഫ്രീസ് ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് യൂറോപ്യൻസ് നമുക്കറിയാലോ, ഈ സെലൻസ്കി ഹി ഡസ് നോട്ട് വാണ്ട് ടു ഷെയർ ഈവൻ എൻ ഇഞ്ച് ഓഫ് യുക്രൈൻ. അപ്പൊ അത് അവർക്കൊരു ക്ഷീണം പോലെയാണ്. അപ്പോൾ അവർ ടെറിട്ടോറിയലായിട്ട് ഒരു കൺസെഷൻസും കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിക്ക് പറയുന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾ ബേസിക്കലി പറയുന്നത് എല്ലാവരും പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കണം, ഇന്നാൾ ഇത് ചെയ്യണം, സെലൻസ്കി ഷുഡ് ബി അഡോപ്റ്റിംഗ് എ പ്രാഗ്മാറ്റിക് അപ്രോച്ച്. മാത്രമല്ല പുടിന്റെ സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും പുടിന്റെ ഇതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതൊന്ന് എൻഡ് ചെയ്യാനായിട്ട്. കാരണം 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക, പല കാര്യങ്ങൾ വേൾഡിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല രീതിക്ക് ഇതൊന്ന് എൻഡ് ചെയ്യാനായിട്ട് പുടിനും പറ്റുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല യൂറോപ്യൻ ലീഡേഴ്സ് മസ്റ്റ് നൗ വർക്ക് ടുവേർഡ്സ് എ കോംപ്രമൈസ് ഫോർമുല. രണ്ടുപേർക്കും പറ്റുന്ന രീതിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും യുക്രൈൻ്റെ ഫ്യൂച്ചറിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഇതിലേക്ക് വരിക. അപ്പൊ ഇത് ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വീക്ക് നടന്ന സാധനത്തിന്റെ ഒരു സമ്മിങ് അപ്പാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ കണ്ടത്. പക്ഷേ നമുക്ക് UPSC പെർസ്പെക്റ്റീവില് ഇത് മാത്രം പോരാ. ഇപ്പൊ നടന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയലിൽ കണ്ടത്. പക്ഷേ നമുക്ക് നമ്മുടെ സിലബസിൽ നമ്മുടെ ഇത് കാണണം, എഫക്റ്റീവ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ആസ് വെൽ ആസ് ഡെവലപ്ഡ് കൺട്രീസ് ഓൺ അഫക്റ്റിംഗ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ ഇന്ത്യൻ ഇൻട്രസ്റ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇതിൽ നിന്നും ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ആക്ച്വലി ഇന്നലെ വന്നിരുന്ന ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ ഓത്തറിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സുഹാസിനി ഹൈദർ എന്നാണ് പുള്ളിക്കാരി. ദ ഹിന്ദുവിന്റെ ഫോറിൻ അഫയർസ് എഡിറ്റർ പോലെയാണ്. ആൻഡ് ഹർ ആർട്ടിക്കിൾസ് ആർ വെരി ഇൻഫർമേറ്റീവ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ. അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ആൾക്കാരെ നമ്മൾ നോട്ട് ചെയ്യും. അതേപോലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും C രാജമോഹൻ എന്ന് പറയും. അദ്ദേഹം എഴുതുന്ന ആർട്ടിക്കിൾസും IR റിലേറ്റഡ് ആർട്ടിക്കിൾസും നല്ല ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് ആദ്യം പറയുന്നത് വേറൊന്നുമല്ല, അലാസ്ക മൊമെന്റ് എന്ന് പറയുന്ന അലാസ്ക നടന്ന സമ്മിറ്റ് ആണ്. അപ്പോൾ അതൊരു എൻഡ് ടു ദി റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് എന്ന രീതിക്കാണ്. പക്ഷേ ഇന്ത്യക്ക് അതിൽ നിന്ന് എന്താണ് ടേക്ക് അവേ? ഒരു പ്രത്യേകിച്ച് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. എന്താ കാര്യം? നമ്മൾ ആദ്യം വിചാരിച്ചു ഇപ്പൊ റഷ്യയും യുക്രൈനൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ പ്രഷേഴ്സ് ദാറ്റ് കെയിം ഓൺ ഇന്ത്യ ബിക്കോസ് ഇന്ത്യ വാസ് ട്രേഡിംഗ് ഓയിൽ വിത്ത് ദി റഷ്യ, അത് കുറച്ച് കുറയും എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. കാര്യം എന്താ? സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ വെർ ഹൈ ഹോപ്സ് ദാറ്റ് US രണ്ടാമതായിട്ട് 25% അഡീഷണൽ സാങ്ഷൻസ് പ്രഖ്യാപിച്ചു. നമ്മൾ കണ്ടില്ലേ, ആദ്യം 25 പറഞ്ഞു, പിന്നെ അത് 25 പറഞ്ഞു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഒരു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സെക്കൻഡറി സാങ്ഷൻസ് 25% രണ്ടാമത് പറഞ്ഞ സെക്കൻഡറി സാങ്ഷൻസിനെ ഒന്ന് തള്ളിക്കളയും. ബിക്കോസ് ഇപ്പോൾ റഷ്യയും US തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഇനി നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു എന്നുള്ളൊരു കാരണത്തിൽ നമ്മൾ മേളിൽ സാങ്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ലോജിക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് കുറയുന്നു നമ്മൾ കരുതി. മാത്രമല്ല നമുക്കറിയാം ഇന്ത്യ ആൻഡ് US വേർ ഹാവിങ് എ ട്രേഡ് ടോക്സ്. അപ്പൊ ആ ട്രേഡ് ടോക്സ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഇംപാസയിൽ റീച്ച് ചെയ്തു. അതായത് മുന്നോട്ട് പോകാൻ ഒരു ഇതില്ലാത്ത രീതിയിൽ അത് വന്നു. അപ്പോൾ അതും എന്തെങ്കിലും നടക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. റഷ്യൻ ഓയിലിന്റെ പേരിലാണ് അത് നിർത്തിവെച്ചെന്ന് പരസ്യമായിട്ട് പറഞ്ഞത്. പക്ഷെ അതും ഒന്നും ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. മാത്രമല്ല
ഇതെല്ലാം കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആദ്യമേ 25% താരിഫിൽ നിന്ന് പ്രഖ്യാപിച്ച നമ്മൾ റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്നു പറഞ്ഞിട്ടാണ്, ഓയിൽ ബൈ എന്ന് പറഞ്ഞിട്ട് അതെങ്കിലും കളയും എന്നുള്ള രീതിക്ക്. പക്ഷെ ഇതൊന്നും വരാനായിട്ടുള്ളൊരു സംഭവം വരുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ദി ഡബിൾ താരിഫ്സ് വെർ ടു പ്രോങ്ഡ് പോളിസി ബൈ ദ US ടു ഹിറ്റ് ഇന്ത്യ വേർ ഇറ്റ് ഹേർട്സ്. അതിനകത്ത് ആദ്യം റഷ്യൻ ഇമ്പോർട്ട്സ് നമുക്ക് ചീപ്പായിട്ട് ഓയിൽ ബൈ ചെയ്യുന്നതിനെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാങ്ഷൻസ് കൊണ്ടുവന്നത്. രണ്ടാമത്തത് ഫോർ കർബിങ് ഇറ്റ്സ് മാർക്കറ്റ് ആക്സസ്. ഇത് നമ്മളത് കണ്ടു, നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തിട്ട് ഹിന്ദുവിൽ തന്നെ എഡിറ്റോറിയലാണ്. അതിനകത്ത് എന്താ പറഞ്ഞ ഈ ട്രേഡ് ടോക്സ് ആയാലും അത് ട്രേഡ് ടോക്സ് മുന്നോട്ട് പോകാത്തതിനും ഈ പറഞ്ഞ സെക്കൻഡറി ആയിട്ട് 25% ടാക്സ് താരിഫ് പ്രഖ്യാപിച്ചതിനും എന്താ കാര്യം നമ്മൾ പറഞ്ഞേ? ബിക്കോസ് അമേരിക്ക വാണ്ട്സ് Indian market to be opened for agricultural products, dairy products, genetically modified crops. ഇങ്ങനത്തെ 3 കാറ്റഗറിയിൽ അവർക്ക് ഒരുപാട് ഇത് വേണം, മാർക്കറ്റ് ആക്സസ് വേണം. ബിക്കോസ് ഇന്ത്യ ഈസ് വെരി എന്താ പറയുക ലാർജ് പോപ്പുലേഷൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മളുടെ ഫാർമേഴ്സിനൊക്കെ എഫക്ട് ചെയ്യുമോ എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ട്രംപ് കുറെ രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. കാരണം എന്താ, ഇപ്പൊ അവര് തമ്മിൽ ധാരണയിലായിട്ട് പോലും നമ്മൾ ഇതിനേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടെന്നാണ് സുഹാസിനി ഹൈദർ പറയുന്നത്. അപ്പോൾ എന്താ പറയാ, ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് നമുക്കറിയാം ട്രംപ് പറഞ്ഞു, ഞാനാണ് ബ്രോക്കറേജ് ചെയ്തത് പീസിനെ, അമേരിക്കയാണ് ഇടപെട്ടിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വാർ ഉണ്ടാവാതെ തടുത്ത് നിർത്തിയത് എന്നുള്ള രീതിക്ക് പുള്ളിക്ക് നോബൽ പ്രൈസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് ട്രംപ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി അത് നെഗേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. മോദി സർക്കാർ അവര് പാർലമെന്റിലും പറഞ്ഞു അങ്ങനെ ആരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് അത് പാകിസ്ഥാനാണ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തത് ഇത് നിർത്തിവെക്കണം സീസ് ഫയറിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇതെല്ലാം മോദി ഗവൺമെന്റ് വെൻ ദേ ഡു ദാറ്റ് ഇറ്റ് ഇസ് ആക്ച്വലി റിബട്ടിംഗ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് മിസ്റ്റർ ട്രംപ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ദേ ആർ ആക്ച്വലി യൂസിങ് ട്രേഡ് ഒക്കെ ലിവറേജ് ആയിട്ട് ഉപയോഗിച്ച് ഒരു ന്യൂക്ലിയർ കോൺഫ്ലിക്ട് തന്നെ ഒഴിവാക്കി എന്നൊക്കെ ട്രംപ് പറയുന്നു. പക്ഷേ ഇതൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താ പറയുന്നത്, ഫസ്റ്റ് ടേക്ക് അവേ ഫ്രം ദി സമ്മിറ്റ് ഫോർ ഇന്ത്യ വിൽ ബി ലൈക്ക് ട്രംപ് എന്താ പറയുക പുടിനുമായിട്ട് റീഎൻഗേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ദാറ്റ് മൈറ്റ് ഹെൽപ്പ് മോസ്കോ മീൻസ് റഷ്യ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ എ റിവിഷൻ ഓഫ് പോളിസീസ് ടുവേർഡ്സ് ഇന്ത്യക്ക് അതിൽ നിന്നൊരു വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഇൻ എനി കേസ് കാര്യം എന്തോ റാഷണലി ബിഹൈൻഡ് ദി സെക്കൻഡറി സാങ്ഷൻസ്, ഈ പറഞ്ഞ 25% സാങ്ഷൻസ് ഇസ് ആക്ച്വലി ഡൂബിയസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, ബേസിക്കലി മാർക്കറ്റ് ആക്സസ് ഒന്നും കൊടുക്കാത്തതിന്റെ കാര്യം കൊണ്ടാണ് അവർ ഈ രീതിയിലൊക്കെ ചെയ്തത്. അപ്പോൾ കാരണം യു എസ് തന്നെ റഷ്യയുമായിട്ട് ഭയങ്കരമായിട്ട് ട്രേഡ് ഇൻക്രീസ് ചെയ്തു. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ചൈന ഈസ് ആക്ച്വലി ഇമ്പോർട്ടിംഗ് റഷ്യൻ ഓയിൽ മോർ ദാൻ ഇന്ത്യ ടു എ ലാർജ് എമൗണ്ട്. എന്നിട്ട് പോലും ചൈനയ്ക്ക് ഒരുപാട് എന്താ പറയുക ഇളവുകൾ കൊടുക്കുന്നതും അവർക്ക് സാങ്ഷൻസ് ഒക്കെ നമ്മളെ കാട്ടിലെ റേറ്റ് കുറവുമാണ്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ റഷ്യൻ ഓയിൽ ബൈ ചെയ്യുന്നുള്ളതിന് വേണ്ടി മാത്രം. ഇതിനെക്കുറിച്ച് ആക്ച്വലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. റഷ്യൻ ഓയിൽ ബൈ കൊണ്ടെന്ന് മാത്രമല്ല നമുക്ക് ഈ സാങ്ഷൻസ് ഒക്കെ വരുന്നത്, വേറെയും കുറെ കാര്യങ്ങളുണ്ട്. പരസ്യമായ രഹസ്യം എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇപ്പോൾ US-ന്റെ ആക്ഷൻസ് ആക്ച്വലി ഇതുമായിട്ട് ലൈ ചെയ്യുന്നില്ല. അതിന്റെ കാരണങ്ങളൊക്കെ വേറെ എവിടെയുമാണ്. പിന്നെ കുറച്ച് ആർട്ടിക്കിൾസ് അതായത് ചില വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും. അതിന്റെയൊക്കെ മീനിങ് നമ്മൾ ആ ഒരു ആർട്ടിക്കിളിനകത്ത് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ഫോർ യുവർസെൽഫ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്നില്ല, ഇതിനകത്ത് വേറൊന്നുമല്ല. മോദി ഹി ആക്ച്വലി റിബട്ടഡ് വാട്ട് ദ US were claiming. അപ്പോൾ അതൊക്കെ പുള്ളിക്ക് കുറച്ച് എക്സ്ട്രീംലി അക്രിമോണിയസ്, കുറച്ച് ബിറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അതുകൊണ്ടാണ് ട്രംപ് ഇതിലേക്ക് മുന്നോട്ട് പോകാത്തത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഈ ജംപ് ത്രൂ ദ ഹോപ്സ് ഇല്ലേ, അതൊരു ഇഡിയമാണ്. അതായത് ന്യൂഡൽഹി മസ്റ്റ് ഡിസൈഡ് വെദർ ഇറ്റ് വിഷസ് ടു ജംപ് ത്രൂ ദ ഹൂപ്സ്. അതായത് US-ഉമായിട്ടുള്ള റിലേഷൻസിനെ കുറച്ചുകൂടെ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് എല്ലാം പറഞ്ഞ് സംസാരിച്ച ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയിലാണോ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, ഓർ പുള്ളി എന്തേലും കാണിക്കട്ടെ, എന്തേലും ചെയ്യട്ടെ, നമുക്ക് വേറെ കുറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തണം എന്നുള്ള അപ്രോച്ച് എടുക്കണമോ എന്നുള്ളതാണ് ഓതർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമല്ല, ഇന്ത്യ എന്താ പറയുക there may be avenues where India shore up its opinion to trade relationship. അതായത് നമുക്ക് US-ഉമായിട്ട് ട്രേഡ് റിലേഷൻസ് അധികം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജപ്പാനുമായിട്ട് നമുക്ക് നോക്കാം. മാത്രമല്ല ചൈനയുമായിട്ട് നമുക്ക് നോക്കാം. കാരണം ചൈനയിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ SCO സമ്മിറ്റിന് വേണ്ടി പ്രധാനമന്ത്രി പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ ന്യൂസ് ആർട്ടിക്കിൾസ് നമ്മൾ വായിച്ചായിരുന്നു. ആഫ്റ്റർ 7 years he is going to visit China. മാത്രമല്ല പുടിൻ is actually coming to India very soon. മാത്രമല്ല നമ്മൾ മോദി our Prime Minister will be going to USA for the United Nations General Assembly and also to South Africa for the G20 summit. അപ്പോൾ ഈ രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്കും there can be a hopeful trade talks also. അത് മാത്രമല്ല ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, വേറൊന്നും ഇല്ല അതിനകത്ത്. നമുക്ക് ഈ ബെൽ വെതർ ഇവന്റ് എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഡെവലപ്മെന്റിന്റെ ഒരു ഏർലി സൈൻ ആണ്. എന്നിട്ട് ക്വാഡ് സമ്മിറ്റ് നടക്കാൻ പോവാണ്, ഇന്ത്യയിലാണ് അത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ക്വാഡ് സമ്മിറ്റിലായിരിക്കും ഒരു മേജർ ഇന്ത്യ US റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സൈൻ കിട്ടും എന്നാണ് പറയുന്നത്.
പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് പറയുന്നത് വേറൊന്നുമല്ല, ഇതിന്റെ സെക്കൻഡ് ടേക്ക് അവേ വിൽ ബി നമുക്ക് ഈ ഒരു സമ്മിറ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു അലോയിങ് സമ്മിറ്ററി ടു ടേക്ക് ഓവർ ദി ബ്രോഡർ ഇന്ത്യൻ ഇൻട്രസ്റ്റ്. ബിക്കോസ് നമുക്കറിയാം, ഇപ്പോൾ മോദി ജി ആരെങ്കിലും പോയി കെട്ടിപ്പിടിക്കുന്നു, നമുക്ക് ലീഡേഴ്സുമായിട്ട് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നു, അദ്ദേഹം എവിടെയെങ്കിലും രാജ്യത്ത് പോകുമ്പോഴത്തേക്കും ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഒക്കെ കൊടുക്കുന്നു. ഇതുവഴിയാണ് നമ്മുടെ ട്രേഡ് ഭയങ്കര, അതായത് നമ്മുടെ റിലേഷൻസ് ഭയങ്കര അടിപൊളി നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ആ സമയത്തൊന്നും നമ്മൾ നടത്തിയിട്ടുള്ള അഗ്രിമെന്റ്സിനെയോ ട്രേഡ് ഡീൽസിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണം നമ്മുടെ ഫോക്കസ് ഇനി പോകാനായിട്ട്. കാര്യം എന്താ, ഈ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 18 ടൈംസ് എങ്കിലും മോദി ആൻഡ് ഷീ ജിൻപിങ് ഓഫ് ചൈന അവർ തമ്മിൽ സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഗൽവാൻ ക്ലാഷസ് 2020 ഉണ്ടായി. മാത്രമല്ല ഒരുപാട് ചൈനീസ് അഗ്രഷൻസ് വരുന്നു. ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു രീതിയിലുള്ള സിംബോളിസത്തിലേക്ക് പോയാൽ പോരാ, നമുക്ക് കുറച്ചും കൂടെ സബ്സ്റ്റൻസ് ഓവർ സ്റ്റൈൽ, വി ഷുഡ് ഫോക്കസ് ഓൺ സബ്സ്റ്റൻസ് ഓവർ സ്റ്റൈൽ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് വേറൊന്നുമല്ല, ഇന്ത്യ ഷുഡ് ബി റീക്ലെയിമിംഗ് ദി ബൈ പാർട്ടിസൺഷിപ്പ് ഇൻ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. വേറൊന്നുമല്ല, നമുക്ക് ഈ ഹൗഡി മോഡി നമസ്തേ ട്രംപ് എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ കഴിഞ്ഞ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി അവിടുത്തെ 2021 ഇലക്ഷൻസ് നടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരാളെ എൻഡോസ് ചെയ്യുന്ന സമയത്ത് മറ്റു ആൾക്ക് ഇത് ക്ഷീണമല്ലേ. അപ്പോൾ ആക്ച്വലി ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ വാസ് അൺഹാപ്പി വിത്ത് ഇന്ത്യ ഫോർ സം ടൈം. അപ്പോൾ നമുക്ക് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് റിലേഷൻസ് കൊണ്ടുവരാൻ തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഒരു ബൈ പാർട്ടിഷൻ സപ്പോർട്ട് US ഉണ്ടാവണം. ദാറ്റ് ഷുഡ് ബി ദ പ്രൂവൻ തിങ് ഇൻ ഓൾ അതർ നെയ്ബറിംഗ് കൺട്രീസ് ആസ് വെൽ. മാത്രമല്ല ഫോർത്ത് പോയിന്റ് ആയിട്ട് നമുക്ക് ടേക്ക് അവേ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഈ പറഞ്ഞ ട്രംപിന്റെ പെനാലിറ്റീസ് ആക്ച്വലി നമ്മൾ കണ്ടു. ഒരു എഡിറ്റോറിയൽ തന്നെ നമ്മൾ കണ്ടത്, ആദ്യം റഷ്യൻ വാർ നടക്കുന്ന സമയത്ത്, റഷ്യ-യുക്രൈൻ വാർ നടക്കുന്ന സമയത്ത് US അഡ്മിനിസ്ട്രേഷൻ themselves told us to encourage us to purchase Russian oil so that ആ ഗ്ലോബൽ പ്രൈസ് ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ വന്നപ്പോഴത്തേക്കും ഇവർ പറഞ്ഞ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ this shows how fickle the global power can be, and in order to please a particular regime നമ്മളൊരു സ്റ്റാൻസ് എടുക്കാൻ പാടില്ല. ഇന്ത്യക്ക് എന്ത് പറയാം, ഇന്ത്യക്ക് ആക്ച്വലി ഒരു നല്ലൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഇന്ത്യ വാസ് ഓൺലി അക്സീഡിങ് ടു ദി UN മാൻഡേറ്റഡ് സാങ്ഷൻസ്. പക്ഷെ അതിന് നമ്മൾ ബ്രേക്ക് ചെയ്ത് 2018 അതും നമ്മൾ കണ്ടു. ഇറാനുമായിട്ടും വെനിസ്വേലയുമായിട്ടൊന്നും നമ്മൾ ഓയിൽ ഡീൽ നടത്താൻ പാടില്ലെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അപ്പം നമ്മൾ അനുസരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും അനുസരിക്കുന്ന സമയത്ത് ദേ വിൽ തിങ്ക് ദാറ്റ് പറഞ്ഞാൽ കേട്ടോളും എന്നുള്ളൊരിത് വരും. പക്ഷേ ഇന്ത്യ ഇസ് എ സോവറിൻ നേഷൻ, അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് വേറെ കൂടുതലായിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഈ രീതിയിൽ നമുക്ക് ഏതാണോ നല്ലത്, ഒരു ഗ്ലോബൽ സൗത്തിന് എന്താണോ നല്ലത്, ബിക്കോസ് ഇന്ത്യ ഇസ് കൺസിഡർ എ വോയിസ് ഓഫ് ദി ഗ്ലോബൽ സൗത്ത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കണം എന്നുള്ള രീതിക്കാണ് ഇതിന്റെ ടേക്ക് അവേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ അടുത്ത ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോവാം. ഇത് ആക്ച്വലി ഒരു എഡിറ്റോറിയലാണ്, ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള എഡിറ്റോറിയലാണ്. GST റിഫോംസിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. പ്രധാനമന്ത്രി ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് പറഞ്ഞിരുന്നു നെക്സ്റ്റ് ജനറേഷൻ റിഫോംസും കുറെ സ്ലാബ്സ് ഒക്കെ എടുത്ത് കളയുന്ന കാര്യത്തിനെ കുറിച്ച്. സാധാരണ രീതിയിൽ ഹിന്ദു എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്ത ഗവൺമെന്റിനെ കുറിച്ച് എഴുതാറുള്ളൂ. അപ്പൊ ഇത് കുറച്ചൊരു പോസിറ്റീവായിട്ട് എഴുതിയ സമയത്ത് ഒന്ന് ജസ്റ്റ് കാണിച്ചേക്കാമെന്ന് കരുതി. വളരെ അപൂർവമായിട്ട് നടക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നമുക്കിത് ഇമ്പോർട്ടന്റും ആണ് GST. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് റവന്യൂ ലോസസ് നമുക്ക് ചിലപ്പോൾ റിസ്ക് നമുക്കുണ്ട്. ഈ ഒരു GST സ്ലാബ്സ് ഒക്കെ എടുത്ത് കളഞ്ഞ് 5% നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടിടാൻ പോകുന്നത്. റവന്യൂ ലോസ് ഉണ്ടാവും. എക്കണോമിസ്റ്റ് ആർ ആക്ച്വലി എക്സ്പെക്ടിങ് റവന്യൂ ലോസ് അറ്റ് ദ റേറ്റ് ഓഫ് 1.1 to 1.8 lakh crore rupees എന്നുള്ള രീതിക്കാണ് എക്കണോമിസ്റ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പിലൂടെ. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തിട്ട്, പക്ഷേ നമുക്ക് പറയുന്നത് ഇറ്റ് വിൽ ആക്ച്വലി ബൂസ്റ്റ് ദി കൺസംഷൻ. അത് കാര്യം എന്താ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇത് ഹിന്ദു പറയുന്നത് ഇറ്റ് ഇസ് എ ബോൾഡ് ആൻഡ് എ ടൈംലി റിഫോം. ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് ദി മിഡിൽ ക്ലാസ് ആസ് വെൽ ആസ് ദി ബിസിനസ് കമ്മ്യൂണിറ്റി ആസ് ക്ലെയിംഡ് ബൈ ദി ഗവൺമെന്റ്. സോ ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്കൊരു 99% ഓഫ് ദി ഐറ്റംസ് ഇൻ ദി 12% 5% മാറി. മാത്രമല്ല ഒരു 90% ഓഫ് ദി ഐറ്റംസ് ഇൻ ദി 28% സ്ലാബിനെയും നമ്മൾ 18% നമ്മൾ മാറി. അപ്പോൾ ഇറ്റ് വിൽ ആക്ച്വലി സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ് ദി ടാക്സ് ബർഡൻ ഓൺ ദി കൺസ്യൂമേഴ്സ്. മാത്രമല്ല ഇവിടെ നമ്മളൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങൾ ഇനി സംസാരിക്കുന്ന സമയത്ത് റെഡ്യൂസിങ് അല്ലെങ്കിൽ എന്താ പറയുക, റിമൂവിങ് ദ ടാക്സ് സ്ലാബ്സ് എന്നുള്ള രീതിക്ക് പറയരുത്. ഓൾവേസ് യൂസ് ദ ടേം റാഷണലൈസേഷൻ, റാഷണലൈസിങ് ദി നമ്പർ ഓഫ് സ്ലാബ്സ്. ഇത് നിങ്ങളൊരു ലേണഡ് പേഴ്സൺ ആണെന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യണം കേട്ടോ. റാഷണലൈസേഷൻ ഓഫ് ടാക്സ് സ്ലാബ്സ്. അപ്പോൾ ഇതും മാത്രമല്ല ഷിഫ്റ്റിംഗ് ഓഫ് സിമിലർ പ്രോഡക്റ്റ് ടു സിമിലർ ടാക്സ്, പിന്നെ കുറച്ച് ആംബിഗ്വിറ്റിയും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. മാത്രമല്ല കുറെ കൂടെ എന്താ പറയുക ടാക്സ് ഇവേഷൻ ഒക്കെ കുറയ്ക്കുന്നു. ഈ രീതിയിലൊക്കെ GSTനെ നല്ല രീതിയിൽ റിഫോം ചെയ്യുകയാണ്. ഇറ്റ് ഇസ് ആക്ച്വലി എന്താ പറയുക, റേറ്റ് റീസ്ട്രക്ചറിങ് മാത്രമല്ല പ്രൊസീജിയൽ റിഫോംസ് നടക്കുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, റീഫണ്ടിന്റെ പ്രോസസ്സിംഗ്. മാത്രമല്ല ഈ പറഞ്ഞ സിംപ്ലിഫൈങ് ദി എൻറ്റയർ GST, റെഡ്യൂസിങ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് റേറ്റ്സ്. മാത്രമല്ല ടാക്സ് പേയേഴ്സിനെ ഈസി ആയിട്ട് ഇതിനെ എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പ്ലാറ്റ്ഫോംസിനെ ചെയ്യുക എന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ ഇതെല്ലാം ഭയങ്കര വെൽക്കം ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആണ്.
അപ്പോൾ ഇത് മാത്രമല്ല, ഇത് നമുക്കറിയാം GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ബില്ല് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അനശ്വര അമേരിക്കയുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ദിസ് കമ്പൈൻഡ് വിത്ത് ദിസ് ന്യൂ ഇൻകം ടാക്സ് ബിൽ ആൻഡ് എന്താ പറയുക, നമ്മൾ 2025 ബഡ്ജറ്റിൽ കുറച്ച് നല്ലപോലെ ടാക്സ് ലാബ്സിനെയൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. അതായത് മിഡിൽ ക്ലാസ് പീപ്പിളിന് കുറെ കൂടെ പൈസ അവരുടെ കയ്യിൽ നിൽക്കുന്ന രീതിക്ക് ടാക്സ് കുറവാകുന്ന രീതിക്ക് ചെയ്തിരുന്നു. അപ്പൊ അതും എല്ലാം വരുന്നത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് റിഫോം ബിക്കോസ് ദീസ് ഓൾ തിങ്സ് വിത്ത് GST റിഫോം വിൽ ഹൈലൈറ്റ് 2025 ആസ് എ വാട്ടർഷെഡ് ഇയർ ഫോർ ടാക്സ് റിഫോംസ്. ഇതൊക്കെ നല്ല വാക്കുകളാണ്, നമുക്ക് ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡയറക്റ്റ് ആസ് വെൽ എസ് ഇൻഡയറക്റ്റ് ടാക്സസ്. അപ്പോൾ അത് മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ച്വലി 2 years ago തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ആവറേജ് GST റേറ്റ് എന്ന് പറയുന്നത് 11.6 ആണെന്നുള്ളത്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഐറ്റംസ് നമ്മൾ 5% പോകുന്നു, 18% വരുന്നു. അപ്പൊ ഇങ്ങനെ രീതിയിൽ വരുമ്പോഴത്തേക്കും ബൾക്ക് ഓഫ് ദി കൺസ്യൂമർ പ്രോഡക്ട്സ് ആർ ഗോയിങ് ടു ബി ഇൻ ദി 5% കാറ്റഗറി. അപ്പൊ അത് വിൽ ബി എന്താ പറയുക, ആവറേജ് GST റേറ്റിൽ ഇനിയും നല്ല രീതിയിൽ താഴ്ത്തും, വിച്ച് ഇസ് ഗുഡ് ഫോർ അസ് ദി കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെന്റ് ഇസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് there will be an increase in consumption as well as the widening of the tax base. ഈ ഒരു റവന്യൂ ലോസ് നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്ന സാധനത്തിനെ ദിസ് വിൽ ബി ഓഫ്സെറ്റഡ് ബൈ നമുക്ക് നല്ല രീതിയിൽ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യും. കാരണം വില കുറയുന്ന സമയത്ത് ആൾക്കാർ കുറെ കൂടെ സാധനങ്ങൾ മേടിക്കും, അപ്പൊ കൺസംഷൻ കൂടും. മാത്രമല്ല ഒരുപാട് പേര് GST റെജീമിലേക്ക് വരുമ്പോഴത്തേക്കും ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരുടെ നമ്പർ കൂടും. അതാണ് വൈഡനിങ് ദ ടാക്സ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരുന്ന സമയത്ത് ഒരു ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് 5%ലേക്കാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ റവന്യൂ ലോസിനെ നമുക്ക് നികത്താൻ പറ്റുമെന്നാണ് ഗവൺമെന്റ് ഹോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രീതിയിൽ ദ വില്ലിംഗ്നെസ് ടു ടേക്ക് some amount of risk in order to boost the domestic consumption, അതൊരു വെൽക്കം സ്റ്റെപ്പ് ആയിട്ടാണ് ദ ഹിന്ദുവിലെ എഡിറ്ററും കാണുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്കറിയാം, ഈ താരിഫ് ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എക്സ്പോർട്സ് കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാര്യം എന്താ, അപ്പുറത്തെ താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളുടെ നിന്ന് അവർക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കാശ് കൂടും, അതായത് അവിടുത്തെ കൺസ്യൂമേഴ്സിന് വേറെ രാജ്യത്തെ. അപ്പൊ അവര് നമ്മളുടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് കുറയ്ക്കും. അപ്പം നമ്മളുടെ എക്സ്പോർട്ട് കുറയും, നമുക്ക് കിട്ടുന്ന വരുമാനം കുറയും. അതുകൊണ്ട് നമ്മൾ ഡൊമസ്റ്റിക് എക്സ്പോർട്സ് നമ്മൾ ഡിമാൻഡ് കുറയുന്നത് കൊണ്ട് നമ്മൾ ഇന്റേണലി ഡൊമസ്റ്റിക്കലി ഉള്ള സംഭവം നമുക്ക് കൂട്ടുക, അതായത് എക്സ്പോർട്സിന്റെ ഇത് കുറയുന്നത് കൊണ്ട് നമുക്ക് ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടുക. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇത് GST കൗൺസിലാണ് ഇതിന്റെ ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പൊ ഒരു പ്രപ്പോസൽ വന്നിട്ടേ ഉള്ളൂ. GST കൗൺസിൽ ഹാസ് ഓൾ ദി മെമ്പേഴ്സ് ഫ്രം ദി സെന്റേഴ്സ് ആസ് വെൽ ആസ് ഓൾ ദി സ്റ്റേറ്റ്സ്. അപ്പൊ അതിനകത്ത് നമുക്ക് 3/4 മെജോറിറ്റിയിലാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. അതിനകത്ത് 1/3 സെന്ററിന്റെ കയ്യിലുണ്ടാവും, 2/3 ഓഫ് ദി ഇതിൽ ജസ്റ്റ് കേട്ടാൽ മതി കേട്ടോ. 1/3 സെന്ററിന്റെ കയ്യിലാണ് അതിന്റെ വോട്ടിംഗ് പവർ വരുന്നത്, ഈ 2/3 സ്റ്റേറ്റ്സിന്റെ കയ്യിലാണ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സും സെന്ററും കൂടെ ചേർന്ന് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റൂ. ആൻഡ് ഇതിനും ഒരു ക്യാച്ച് ഉണ്ട്. നമുക്ക് 2022 മോഹിത് മിനറൽസ് കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട് കേട്ടോ. മോഹിത് മിനറൽസ്, MOHIT മിനറൽസ്, മോഹിത് മിനറൽസ് കേസ് 2022. അതിൽ സുപ്രീം കോടതി പറഞ്ഞത് GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്താലും ഇറ്റ് ഇസ് നോട്ട് ബൈൻഡിങ് ഓൺ ഐദർ ദി സെന്റർ ഓർ ദി സ്റ്റേറ്റ്സ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരുന്നതിനകത്ത് നമുക്ക് പറയാൻ ഉദ്ദേശിച്ചത് തന്നെ സ്റ്റേറ്റ്സിന് കൂടെ കോൺഫിഡൻസിൽ എടുത്താൽ മാത്രമേ GST ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഡിസിഷൻ വരണമെങ്കിൽ തന്നെ അവരുടെയും കൂടെ സപ്പോർട്ട് വേണം, എന്നാലേ ഈ പറഞ്ഞ മെജോറിറ്റി നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ മെജോറിറ്റി ഒരു തീരുമാനം എടുത്താലും അതൊരു GST കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ ബൈൻഡിങ് ഡിസിഷൻ. അത് ബിക്കോസ് ഓഫ് ദിസ് മോഹിത് മിനറൽ ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തില്ല, അഡീഷണലി പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല. ഇന്ന് വന്ന ഒരു ഹിന്ദുവിലെ ആർട്ടിക്കിൾ തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ കൊടുത്തിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നോക്കുക ഈ കാര്യം എന്താ, ബൂസ്റ്റ് ദി ഡൊമസ്റ്റിക് എക്കണോമി ബിക്കോസ് ട്രംപ് എഫക്ട്സ്. അത് മാത്രമല്ല നമുക്ക് ദീപാവലിയുടെ ടൈമിൽ ഒബ്വിയസ്ലി ഡിമാൻഡ് കൂടുതലാണ്. ആ സമയത്ത് ഇത് വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബൂസ്റ്റ് ദി ഡിമാൻഡ് ഡബിൾ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. മാത്രമല്ല ഒരു GST കോമ്പൻസേഷൻ സെസ് അത് ആക്ച്വലി ഇപ്പം നമ്മൾ സ്റ്റേറ്റ്സിന് കൊടുക്കുന്നില്ല. അതൊരു വലിയ കഥയാണ്, പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നും നാളെ ഒന്നും തീരത്തില്ല. അപ്പോൾ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് തീരാനായിട്ടുള്ള സമയമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഈ രീതിയിലുള്ള റിഫോംസ് നമ്മൾ കൊണ്ടുവരികയാണ് എന്ന് മാത്രം കണ്ടാൽ മതി. ഇതിനകത്ത് മൂന്നാമത്തെ ഒരു ആർട്ടിക്കിളാണ് ദിസ്. ഐ വോണ്ട് ടു ഷോ ഇറ്റ് എങ്ങനെയാണ് ഈ ഡേറ്റ പോയിന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനെ നമ്മൾ എല്ലാ ദിവസവും അവോയ്ഡ് ചെയ്യരുത്. അതായത് എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വരില്ല, പക്ഷേ യു മസ്റ്റ് റീഡ് ദിസ്. ഇന്ത്യാസ് പെർസിസ്റ്റന്റ് സ്റ്റണ്ടിങ് ക്രൈസിസ്. ഈ സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്ത്, അത് ആദ്യം നോക്കുക. അതായത് നോർമലി ഒരു പ്രായത്തിൽ ഈ ഒരു ഹൈറ്റ് വേണ്ട ആൾക്ക് ഈ ഒരു ഹൈറ്റേ ഉള്ളൂ. അതായത് ദേ ഡോണ്ട് ഹാവ് ദി കറക്റ്റ് ഹൈറ്റ് ഫോർ ദെയർ ഏജ്. അതാണ് ഈ സ്റ്റണ്ടിങ്ങിന്റെ കാര്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സ്റ്റണ്ടിങ്ങിന്റെ കാര്യം നമുക്ക് പറയുന്നതിന് മുമ്പേ നമുക്ക് ഇത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് 2018 പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അപ്പോൾ അതിനകത്ത് ദേ ആക്ച്വലി സെറ്റ് ദി ടാർഗറ്റ് ഓഫ് റെഡ്യൂസിംഗ് ദി സ്റ്റണ്ടിങ് അമംഗ് ദ ചിൽഡ്രൻ ബൈ അറ്റ്ലീസ്റ്റ് 2 percentage points പെർ ഇയർ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഈ കണക്കിലാണെന്നുണ്ടെങ്കിൽ 2018 38.4% ഉണ്ടായിരുന്നു. 2022 ഒരു 26% വരണമായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആക്ച്വലി പറഞ്ഞത് 25% കുറയ്ക്കും ബൈ 2022 എന്നുള്ള രീതിക്ക്, ടു ബ്രിങ് ദ സ്റ്റണ്ടിങ് ഡൗൺ ടു 25%. അതാണ് മിഷൻ 25/22 ബൈ 2022 എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു. പക്ഷേ 7 വർഷം പിന്നിട്ടിട്ട് നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് 2025 നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴും 37% കുട്ടികൾക്കും സ്റ്റണ്ടിങ് ആണ്. ബാഡ്ലി 1% ഡിക്രീസേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വിച്ച് ഷോസ് ദിസ് സ്കീം ഹാസ് നോട്ട് അറ്റ് ഓൾ ബീൻ പെർഫോമിംഗ് വെൽ എന്നുള്ള സംഭവം. ഇപ്പോഴും സ്റ്റണ്ടിങ് ഒരുപാടുണ്ട് ഈ ഒരു രാജ്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് വേറൊന്നും സംഭവമല്ല, ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇതിന്റെ റീസൺസ് എന്ന് പറയുന്നുണ്ട്. കാര്യം ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ സ്റ്റണ്ടിങ് എന്താണ് നമുക്ക് മനസ്സിലായി. അതായത് ലോ ഹൈറ്റ് ഫോർ ദെയർ ഏജ് എന്നുള്ളതാണ് ഈ സ്റ്റണ്ടിങ്ങിന്റെ കാര്യം. ഇതുപോലെ 2-3 ടേംസ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് നോക്കാം. നോർമലാണ്, സ്റ്റണ്ടിങ് ആണ് നമ്മൾ പറയുന്നത് ലോ ഹൈറ്റ് ഫോർ ദെയർ ഏജ്. വേസ്റ്റിംഗ് എന്ന് പറയും. വേസ്റ്റിംഗ് എന്ന് പറയുന്നത് ലോ വെയിറ്റ് ഫോർ ദെയർ ഹൈറ്റ്. പിന്നെ അണ്ടർ വെയിറ്റ് ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു ഏജിന് വേണ്ട വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ അണ്ടർ വെയിറ്റ് നമ്മൾ പറയും. അപ്പോൾ സ്റ്റണ്ടിങ് ആൻഡ് വേസ്റ്റിംഗ് ദേ ആർ 2 important ടേംസ്. അതിനെ നമുക്ക് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഈ അതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പറയാൻ പറ്റണം. ടീനേജ് പ്രഗ്നൻസീസ്, അതർവൈസ് ചൈൽഡ് മാരേജ്, അല്ലെങ്കിൽ പുവർ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ന്യൂട്രീഷൻ ആൻഡ് ലാക്ക് ഓഫ് സാനിറ്റേഷൻ. ഇത് 3 സ്റ്റണ്ടിങ്ങിന്റെ മെയിൻ റീസൺസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ആർട്ടിക്കിളിനകത്ത് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് വേറൊന്നുമല്ല, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ഒരു ഇത് പ്രിലവന്റ് ആയ എന്താ പറയുക കൂടുതലുണ്ടാവുന്നത്, അത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ലിങ്ക്ഡ് ആയിരിക്കുന്നത്, അതിന്റെ ഡേറ്റ. ഈ NFHS എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു സർവേ ആണ്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എന്ന് പറയും. അതിലുണ്ടായ ഡേറ്റയാണ്. നമുക്ക് ടീനേജ് പ്രഗ്നൻസീസ് ഒരുപാടുണ്ട്. നമുക്കറിയാം ചൈൽഡ് മാരേജസ് നമ്മൾ ബാൻ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് young girls who are getting pregnant before attaining the age of 18 എന്നുള്ള രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ 6.8% they were actually carrying a baby before they turned 18. മാത്രമല്ല anemia in the children, anemia in the mothers, cesarean deliveries. ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ലാന്നുണ്ടെങ്കിലും cesarean deliveries കൂടുന്തോറും ഈ ഒരു സ്റ്റണ്ടിങ്ങിന്റെ ഇഷ്യൂ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, cesarean ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ദേ ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ് അല്ലേ. 9% ആയിരുന്നു ഈ ഒരു 2005 ടൈമിൽ ഉണ്ടായിരുന്നത്, ഇപ്പൊ 22% ആയി. അപ്പൊ ഇതിനകത്ത് the mother is getting separated for some time. അപ്പോൾ ഏർലി ആയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടാവുന്നില്ല. അത് നമുക്കറിയാം ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബേബിക്ക് ഏറ്റവും വേണ്ട ഒരു രീതിയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ടൈമിൽ. അപ്പോൾ അതില്ലാതാവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുവഴി അവർക്ക് സ്റ്റണ്ടിങ് വരും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമുണ്ട്. India has a strong tradition of breastfeeding. പക്ഷേ only 64% of the babies under the age of 6 months are exclusively breastfed. ഇതിനകത്തൊരു ക്ലാസ് ഡിവൈഡ് ഉണ്ട്. എങ്ങനെയാണ്? ഒരു ടീച്ചർ ഇൻ എ ഗവൺമെന്റ് സ്കൂൾ is actually getting 6 months of maternity leave to breastfeed. പക്ഷേ അതേസമയം ഒരു ഡൊമസ്റ്റിക് വർക്കർ, അതായത് ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ഒരു വർക്കറിന് ദേ ആർ ഗെറ്റിംഗ് ഓൺലി 2 weeks. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഒരു ചൈൽഡിന്റെ കൂടെ നിൽക്കേണ്ട 2 മണിക്കൂറിന് ഒരിക്കൽ ഫുഡ് കൊടുക്കേണ്ട ഒരു ഇതാണ്, അവർക്ക് ലീവ് പോലും കിട്ടുന്നില്ല. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ടീച്ചറിന് അതായത് ഒരു ക്ലാസ് ഡിവൈഡ് ആണ്. അപ്പോൾ ആ ഓർഗനൈസ് സെക്ടറിൽ 6 മാസം കിട്ടുമ്പോൾ ഇവിടെ 2 ആഴ്ച കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയും ഒരുപാട് ഈ ഒരു സ്റ്റണ്ടിങ്ങിന്റെ ഡിമെൻഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ഈ സ്റ്റണ്ടിങ് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി കോറിലേറ്റഡ് വിത്ത് പോവർട്ടി, ലെസ് എഡ്യൂക്കേഷൻ, ലെസ് എംപ്ലോയബിലിറ്റി. മാത്രമല്ല നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ there will be weaker cognitive skills. നമുക്ക് ചിന്തിക്കാനും നമ്മുടെ പഠിത്ത രീതിയുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് പിന്നിലാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ലോക്കിംഗ് ദ ഫാമിലി ടു എൻ ഇന്റർജനറേഷണൽ സൈക്കിൾ ഓഫ് ഡിപ്രവൈസേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിന്റെ ചില ടേംസ് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം, ചില ഡേറ്റാസിനെ നമുക്ക് ആൻസേഴ്സിൽ കൊണ്ടുവരാം. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം. ഗവൺമെന്റ് ആക്ച്വലി ഈസ് ഗോയിങ് ടു മൂവ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ വിച്ച് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് എന്താ പറയുക, provision to remove the PM, CM ministers etc. if they are held on a criminal charges and that too എന്താ പറയുക 30 ദിവസം കസ്റ്റഡിയിൽ ഇരിക്കുക for a crime which is punishable with the imprisonment of 5 years or more. ഈ ഒരു കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാൽ PM ആയാലും CM ആയാലും ഏതൊരു മിനിസ്റ്റർ ആയാലും അവരെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നതാണ് ഇത് വരുന്നത്. ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വേണം. കാരണം ഇറ്റ് ഈസ് ഗോയിങ് ടു അമെൻഡ് ആർട്ടിക്കിൾ 75, 164 and 239AA. അപ്പൊ ഈ രീതിക്കാണ് ഇത് വരുന്നത്. ഇതിന്റെ കാര്യം ഒന്നതിന്റെ റീസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡൽഹിയിലെ CM അരവിന്ദ് കെജ്രിവാൾ നേരത്തെ ആയിരുന്നു ഫോർമർ CM. അപ്പൊ പുള്ളി അറസ്റ്റ് ആയതിനു ശേഷം ഒരു 6 മാസത്തോളം ജയിലിൽ നിൽക്കുമ്പോൾ തന്നെ
പുള്ളി CM ആയിട്ട് തുടരുകയായിരുന്നു. പിന്നീടായിരുന്നു അതീഷി എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഡൽഹി CM ആയിട്ട് ടേക്ക് ഓവർ ചെയ്തത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, because he remains actually the only sitting CM to be arrested while in office. ആൻഡ് ഇതിനകത്ത് ഹി റെഫ്യൂസ് ടു റിസൈൻ ആൻഡ് സെഡ് ദാറ്റ് ഹിസ് ഗവൺമെന്റ് വുഡ് റൺ ഫ്രം ജയിൽ. അറസ്റ്റ് ചെയ്ത സമയത്ത് ലാസ്റ്റ് ഇയർ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഇവിടെ ഒരു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ഇത് നമ്മുടെ GS ക്ലാസ്സസിൽ നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നതായിരിക്കും. ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ആദ്യം എന്ത് ചെയ്യും, ഒരു ബില്ലിനെ നമ്മൾ ലോക്സഭയിലോ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതൊരു മിനിസ്റ്റർക്കോ ഏതൊരു MPക്കുമോ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതിനൊരു ഇതില്ല. അപ്പൊ എന്നിട്ട് കുറെ ഡിസ്കഷൻസ് ഒക്കെ നടക്കും. എന്നിട്ട് അതിനകത്ത് വോട്ടിംഗ് ഉണ്ട്. ഇതൊരു നോർമൽ മെജോറിറ്റിയിൽ നമുക്ക് ചിലത് പാസ്സാക്കാം, ചിലതിന് ഒരു സ്പെഷ്യൽ മെജോറിറ്റി വേണം. അപ്പൊ ഇത് ജസ്റ്റ് പറയും, ഞാൻ ഇതിപ്പോ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, അത് പിന്നെ ഒരുപാട് ടൈം പോകും. അപ്പൊ അങ്ങനെ പാർലമെന്റ് മെജോറിറ്റിയിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ആദ്യം എന്ത് പറയാ, ഏത് സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മറ്റു സഭയും കൂടെ പാസ്സാക്കണം. ദ സെയിം വേ. അതായത് രണ്ടും കൂടെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഇതിനകത്തില്ല. ചിലപ്പോൾ നിങ്ങൾ സിവിക്സ് ബുക്സിലൊക്കെ കേട്ടിട്ടുണ്ടാകും ജോയിന്റ് സിറ്റിംഗ്, രണ്ടുപേർക്കും ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ജോയിന്റ് സിറ്റിംഗ് ഒക്കെ വിളിക്കുന്നത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിനകത്ത് നമുക്ക് ജോയിന്റ് സിറ്റിംഗ് ഇല്ല. ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പാസ്സാക്കണം, രാജ്യസഭയും പിന്നീട് പാസ്സാക്കിയാൽ മാത്രമേ അത് പിന്നെ പ്രസിഡന്റിലേക്ക് പോകത്തുള്ളൂ. ആൻഡ് when constitutional amendment bill is given to the president is bound to give the assent. അതിന് പ്രസിഡന്റിന് സാധാരണ ഇങ്ങനെ തിരിച്ചയക്കാനൊക്കെ പറ്റും, അത് നമ്മൾ അടുത്ത ആർട്ടിക്കിളിൽ കാണും എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ വരുവാണെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചേ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് ദി വിൽ ഓഫ് ദി പാർലമെന്റ്, വിൽ ഓഫ് ദ പീപ്പിൾ ടു ചേഞ്ച് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത്. വേറൊരു ആർട്ടിക്കിളിനകത്ത് പ്രസിഡൻഷ്യൽ റെഫറൻസ് ഓൺ TN ഗവർണർ കേസ്. TN ഗവർണർ കേസ് ഒരുപാട് കാലമായിട്ട് ന്യൂസിലുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസിഡന്റ് ഒരു റെഫറൻസിന് വേണ്ടി കൊടുത്തിരുന്നു. ഈ എഗ്രേഗ്രിയസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു ഷോക്കിംഗ് എന്നാണ് അതിന്റെ മീനിങ്, ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത്. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് TN ഗവർണർ കേസിൽ വന്നത്. ബിക്കോസ് അദ്ദേഹം 2020 മുതലുള്ള ബില്ലിനെ പെൻഡിങ് ആയിട്ട് വെച്ചിരുന്നു, അപ്രൂവൽ ഒന്നും കൊടുക്കാതെ. അപ്പൊ ആ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സുപ്രീം കോടതിക്ക് ഏത് രീതിയിലാണ് ഇടപെട്ടത്? ആർട്ടിക്കിൾ 142 പ്രകാരം. ഇതും നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മേ ബി ഐ എം റോങ്, ഐ ഡോണ്ട് നോ. അപ്പോൾ 142 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ ഈ സുപ്രീം കോർട്ട് ക്യാൻ ആക്ച്വലി എൻഷുർ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. അണ്ടർ ആർട്ടിക്കിൾ 142 കൊണ്ടുവന്നു. ഇത് ജസ്റ്റ് ഇത് ഗവൺമെന്റും അവരും ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട വേറൊന്നുമല്ല. ആർട്ടിക്കിൾ 143 ആണ് ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 142 ഇസ് ദി പവർ ഓഫ് ദി സുപ്രീം കോർട്ട് ടു ഡു കംപ്ലീറ്റ് ജസ്റ്റിസ്. അവർക്ക് ഒരു നടപടി എടുത്ത് ജസ്റ്റിസ് ഡെലിവർ ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ആർട്ടിക്കിൾ 143. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആക്ച്വലി ഒരു പ്രൊവിഷൻ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുവഴി പ്രസിഡന്റിന് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ടിനെ സുപ്രീം കോർട്ടിലേക്ക് ഒരു അഡ്വൈസറി ഒപ്പീനിയൻ, നമ്മൾ പറയുന്നത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്നാണ്, ഈ രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ദ കോർട്ട് മേ ആൻസർ ഓർ ഡിക്ലൈൻ ടു ആൻസർ എന്നുള്ള രീതിക്കാണ്. കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ മുന്നേ ഉണ്ടായിരുന്ന ട്രീറ്റീസിനെ കുറിച്ചാണ് ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ദ സുപ്രീം കോർട്ട് ഷുഡ് ആൻസർ എന്നുള്ള കണ്ടീഷനും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ആർട്ടിക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻഷ്യൽ റെഫറൻഷ്യൽ ബെഞ്ച് ഓഫ് 5 ജഡ്ജസ്. എന്തുകൊണ്ടാണ് 5 ജഡ്ജസ്? ബിക്കോസ് ദിസ് ഷുഡ് ബി, അതങ്ങനെ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 145 പറയുന്നുണ്ട് ഇറ്റ് റിക്വയർസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഓഫ് മിനിമം 5 ജഡ്ജസ് ടു ഹിയർ ദിസ്. അതുകൊണ്ടാണ് അവിടെ 5 വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ എല്ലാത്തിനും റീസൺ ഉണ്ട്, പ്രത്യേകിച്ച് പോളിറ്റിയിൽ. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്, വേറൊന്നുമല്ല. ഇത് വാട്ട് എവർ ഒപ്പീനിയൻ ദാറ്റ് ദി സുപ്രീം കോർട്ട് സേസ്, ഇത് അഡ്വൈസറി മാത്രമാണ്. അത് പ്രസിഡന്റിന് ചിലപ്പോൾ കേൾക്കാം, അല്ലെങ്കിൽ അതിനെ നിരസിക്കാം. ഒരു ലീഗലായിട്ടൊരു ഒപ്പീനിയൻ കേൾക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കൂടുതലൊന്നും കാണാനില്ല. ഇനി ഇതിന്റെ ജഡ്ജ്മെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആകും. അപ്പോൾ നമുക്ക് കുറച്ചൊരു വിവരമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊന്നുമില്ല. ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് കണ്ടതായിട്ട് എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം രാമു സാർ എടുത്തിട്ടുള്ള നമ്മളെ എൻവയൺമെന്റ്, ഇഗ്നൈറ്റിന്റെ എൻവയൺമെന്റ് ക്ലാസ്സിനകത്ത് സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു. അത് യൂട്യൂബിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു PYQ ആണ്. സിസാഡ, ഫ്രോഗ് ഹോപ്പർ, പോൺ സ്കേറ്റർ എന്ന് പറയുന്നതൊക്കെ എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് സ്പീഷീസ് ആർ ദേ? ബേർഡ്സ് ആണോ, ഫിഷ് ആണോ, ഇൻസെക്ട് ആണോ, റെപ്റ്റൈൽസ് ആണോ? ആക്ച്വലി ഇൻസെക്ട്സ് ആണ് ആൻസർ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ UPSC ചോദിക്കും. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഇന്ന് ഹിന്ദുവിൽ ഫ്രണ്ട് പേജിൽ വന്നൊരു ആർട്ടിക്കിളാണ്. ഇതിനകത്ത് കൂടുതൽ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിലും ഇത് നോക്കുക. വൈറ്റ് ബാർ ബുഷ് ബ്രൗൺ എന്ന് പറഞ്ഞ് ഈ ഒരു പേര് കേൾക്കും. ഈ ഒരു സാധനം എന്ത് സ്പീഷീസ് ആണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ വൈറ്റ് ബാർ ബുഷ് ബ്രൗൺ ചിലപ്പോൾ നമ്മൾ ബേർഡ് നിന്ന് എടുക്കും, വേറെ എന്തെങ്കിലും എടുക്കും. പക്ഷേ ഇതൊരു ബട്ടർഫ്ലൈ ആണ്. പക്ഷെ അതേ സമയത്ത് മലബാർ ട്രോഗോൺ എന്ന് പറയുന്ന സംഭവം അതൊരു ബേർഡ് ആണ്. ഇത് നിങ്ങൾ ഈ പടം ഇങ്ങനെ തന്നെ നോക്കിയിട്ട് 2-3 പ്രാവശ്യം നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത് പതിയും. അതുപോലെ തന്നെ ഇവിടെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. എക്സ്ട്രാ ലാസ്കർ, യെല്ലോ ജാക്ക് സെയിലർ, യെല്ലോ ബ്രസ്റ്റഡ് ഫാറ്റ്, വൈറ്റ് ബാർ ബുഷ് ബ്രൗൺ, ഈ സാധനം ഇതെല്ലാം
ബട്ടർഫ്ലൈസ് ആണ്. അതേപോലെ തന്നെ കേരളയുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ദ ബുദ്ധ പീകോക്ക്, നമ്മൾ ബുദ്ധ മയൂരി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ദ ബുദ്ധ പീകോക്ക്, പിന്നെ ഈ പറയുന്ന വൈറ്റ് ബാർ ബുഷ് ബ്രൗൺ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ ദീസ് ടേംസ് സീൻ ആർ എന്താ പറയുക, എന്ത് സ്പീഷീസും ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ പീകോക്ക് എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ബേർഡ് എന്നുള്ള രീതിക്ക് നമ്മൾ കുത്തിയിട്ട് ആൻസർ കുത്തിപ്പോകും. പക്ഷേ അങ്ങനല്ല, ഈ ബുദ്ധ പീകോക്ക് എന്ന് പറയുന്നത്, വൈറ്റ് ബാർ ബുഷ് ബ്രൗൺ എന്നൊക്കെ പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. അതേപോലെ തന്നെ മലബാർ ട്രോഗോൺ എന്ന് പറയുന്നത് ഒരു ബേർഡ് ആണ്. ഇതൊരു ജനറൽ അവയർനെസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ബുക്സിൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി കാണുമ്പോഴോ ഇങ്ങനത്തെ ഒരു പടം നമ്മൾ കണ്ട് പഠിക്കുമ്പോഴോ അപ്പോഴായിരിക്കും നമ്മുടെ മൈൻഡിൽ ഇത് എൻഗ്രെയിൻഡ് ആവുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം ഈ ഒരു ആൻസേഴ്സിന്, അത് റാൻഡം ആയിട്ടാണ്, പ്രിലിംസിൽ നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പീഷീസ് ചോദിക്കും. ഈ രീതിയിൽ എന്തെങ്കിലും പടം വരികയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇസ്രോ ഇസ് ആക്ച്വലി ഗോയിങ് ടു മൂവ്, എന്താ പറയുക, പ്രപ്പോസൽസ് ഉണ്ട്, ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റ് വെഹിക്കിൾ വിച്ച് ക്യാൻ ക്യാരി എ പേലോഡ് ഓഫ് 75,000 കിലോഗ്രാം. ഇപ്പോൾ നമ്മുടെ ഇസ്രോയുടെ കയ്യിലുള്ളതിന്റെ ഏറ്റവും പവർഫുൾ ആണ് GSLV Mark 3. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും GSLV Mark 3. അതിന്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4,500 തൊട്ട് 5,000 കിലോഗ്രാം ആണ്. പക്ഷെ ആ സമയത്താണ് നമ്മൾ 75,000 കിലോഗ്രാം കൊണ്ടുപോകുന്നതിലെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ്. അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. വി ഹാവ് കൺസീവ്ഡ് സച്ച് എ തിങ്. അപ്പോൾ പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ഫംഗ്ഷനകത്ത് ഇസ്രോ ചെയർമാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ചന്ദ്രയാൻ 4 അപ്രൂവൽ കിട്ടി, നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ISS നമ്മൾ പറയും, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക്കലി ഒരു സാധനം ബൈ 2035 നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വീനസ് ഓർബിറ്റർ മിഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഒരു നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളും, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റീയൂസബിൾ, നമ്മുടെ എലോൺ മസ്കിൻ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾസ്. അപ്പോൾ അതുപോലെ ഇന്ത്യയും നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ പ്ലാൻ ചെയ്ത് അത് ആക്ച്വലി നടക്കുകയാണ്. ഇതിന്റെ കൂട്ടത്തിലാണ് 75,000 കിലോഗ്രാം വരെ പേലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ ഹെവി ലിഫ്റ്റിംഗ് വെഹിക്കിളിനെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് നമുക്ക് നോക്കേണ്ടത്. വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് പുള്ളി പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കിയെന്നുള്ളത് ബ്രീഫായിട്ട് നമുക്ക് പറയാം. ആദ്യം നമ്മൾ എന്താ പറയുക, വാഷിംഗ്ടൺ സമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞു. അത് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. കാര്യം എന്താ, അത് ഒരു നല്ലൊരു ആർട്ടിക്കിളായിരുന്നു ആക്ച്വലി വന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്ത്യയുടെ ഇംപ്ലിക്കേഷൻസ്, ഇത് എപ്പോഴും നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇന്ത്യയുടെ ഇംപ്ലിക്കേഷൻസ് എപ്പോഴും നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ GST റിഫോംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്, അതിനകത്ത് നമുക്ക് നല്ലൊരു സ്റ്റെപ്പായിട്ടാണ് നമ്മളെല്ലാവരും അത് കാണുന്നത്. ബട്ട് സ്റ്റേറ്റ് ഷുഡ് ഓൾസോ കോപ്പറേറ്റ് ഫോർ ദാറ്റ് എന്നുള്ള സംഭവം. പിന്നെ നമ്മൾ സ്റ്റണ്ടിങ്ങിനെ കുറിച്ചൊരു സാധനം പറഞ്ഞു. സ്റ്റണ്ടിങ്ങിന്റെ റീസൺസ് നമ്മൾ 3 റീസൺസ് പറഞ്ഞു. അതിന്റെ പ്രിലവൻസ്, എന്താ പറയുക, അതിൻ്റെ ഒരു ഇതുവരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇന്ത്യയിലുണ്ട്, പ്രിവലൻസ് അത് ഇതുവരെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ഇതാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയർ നമ്മൾ ബ്രീഫായിട്ട് കണ്ടു. പിന്നെ പ്രസിഡൻഷ്യൽ റെഫറൻസ്. ഇത്രയാണ് ആക്ച്വലി നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കിയത്. അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. കുറച്ച് ക്ലാസ് നീണ്ടു പോയിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ എടുക്കുമ്പോഴൊക്കെ കുറച്ച് നീണ്ടു പോകുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ എന്നെ പ്രാകുന്നുണ്ടാവും. But we try to discuss the analytical side. നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഓരോ നിങ്ങൾ വായിക്കാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ വായിക്കാൻ മടിക്കുന്ന ആർട്ടിക്കിൾസിനാണ് പിക്ക് ചെയ്ത് നിങ്ങൾ മുന്നിൽ പ്രസന്റ് ചെയ്തത്. സംടൈംസ് കുറച്ച് നീണ്ടുപോകും. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ തന്നെ വന്ന സ്ട്രിക്ട്ലി 30 minutes എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ we'll try to keep it to that. So hope you understand the classes. So until we meet next time, goodbye.